ഇന്ന് പാസ്ത നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചീസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇല്ല കേട്ടോ, ചീസ് ഇല്ലാതെയാണ് നമുക്ക് ഇത്രയും ക്രീമി ആയിട്ടുള്ള പാസ്ത കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ആദ്യം പാസ്ത വേവിക്കാനായിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് എണ്ണയും അതേപോലെ ഉപ്പും പാസ്തയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക, എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി മസാല റെഡിയാക്കാനായിട്ട് ചൂടായി വന്ന എണ്ണയിൽ ഒരു ചെറിയ സവാള ആഡ് ചെയ്ത് കൊടുക്കുക, വഴറ്റുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ല ക്രീം പരുവാവുന്നത് വരെ അരച്ചെടുക്കാം കേട്ടോ. ഇനി ചൂടായി വരുന്ന പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പാൽ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഏകദേശം ക്രീം പരുവാവുന്നത് വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചീസ് ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് പാസ്ത റെഡിയാക്കി എടുക്കാവുന്നതാണ്.